18/4/24 ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ദാതാവാണ്. കുട്ടികളായ നിങ്ങൾക്ക് ബാബയോട് യാതൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് ചൊല്ലുണ്ട്. ചോദ്യം: ഏതൊരു സ്മൃതി സദാ ഉണ്ടായിരിക്കുമെങ്കിൽ ഒരു കാര്യത്തിൻ്റെയും ആകുലതയോ ചിന്തനമോ ഉണ്ടായിരിക്കുകയില്ല. ഉത്തരം: എന്ത് പാസ്റ്റായോ നല്ലതായാലും മോശമായാലും ഡ്രാമയിൽ ഉണ്ടായിരുന്നു. മുഴുവൻ ചക്രവും പൂർത്തിയായ ശേഷം വീണ്ടും റിപ്പീറ്റാകും. ആര് എങ്ങനെ പുരുഷാർത്ഥം ചെയ്യുമോ അങ്ങനെയുള്ള പദവി നേടുന്നു. ഈ കാര്യം സ്മൃതിയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ ഒരു കാര്യത്തിൻ്റെയും ആകുലതയോ ചിന്തനമോ ഉണ്ടായിരിക്കുകയില്ല. ബാബയുടെ ഡയറക്ഷനാണ്: കുട്ടികളെ, കഴിഞ്ഞു പോയതിനെ ചിന്തിക്കാതിരിക്കൂ. തലകീഴായ ഒരു കാര്യവും കേൾക്കരുത്, കേൾപ്പിക്കുകയും അരുത്. ഏതൊരു കാര്യം കഴിഞ്ഞുപോയോ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, റിപ്പീറ്റ് ചെയ്യുകയും അരുത്. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവിനെ ദാതാവ് എന്ന് പറയുന്നു. ആ ഒന്ന് സ്വയമേ സർവ്വതും കുട്ടികൾക്ക് നൽകുന്നു. വരുന്നത് തന്നെ വിശ്വത്തിൻ്റെ അധികാരി ആക്കുവാനാണ്. എങ്ങനെയാണ് ആകേണ്ടത് ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ദാതാവാണല്ലോ, അപ്പോൾ എല്ലാം സ്വയമേ നൽകിക്കൊണ്ടിരിക്കുന്നു. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഒരു വസ്തുവും യാചിക്കേണ്ടതില്ല. ശക്തിയും ആശീർവാദവും കൃപയും പല കുട്ടികളും യാചിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ യാചിച്ച് നിരാശമായി മുഴുവൻ പടികളും താഴെ ഇറങ്ങി വന്നു. ഇപ്പോൾ യാചിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ബാബു പറയുന്നു, ഡയറക്ഷൻ അനുസരിച്ച് നടക്കൂ. ഒന്നാമതായി പറയുന്നു, കഴിഞ്ഞു പോയതിനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കൂ. ഡ്രാമയിൽ എന്തെല്ലാം സംഭവിച്ചുവോ പാസ്റ്റായി, അതിനെ ചിന്തിക്കാതിരിക്കൂ. റിപ്പീറ്റ് ചെയ്യരുത്. ബാബ കേവലം 2 വാക്കുകൾ തന്നെയാണ് പറയുന്നത്: എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ ഡയറക്ഷൻ അഥവാ ശ്രീമത്ത് നൽകുന്നു. അതനുസരിച്ച് നടക്കേണ്ടത് കുട്ടികളുടെ ജോലിയാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഡയറക്ഷൻ. ആര് എത്ര തന്നെ ചോദ്യോത്തരങ്ങൾ നടത്തിയാലും ബാബ 2 വാക്കുകളിൽ തന്നെ മനസ്സിലാക്കിക്കും. ഞാൻ പതീത പാവനൻ ആകുന്നു. നിങ്ങൾ എന്നെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ഇത്രമാത്രം. ഓർമ്മിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഡയറക്ഷൻ നൽകപ്പെടാറുണ്ടോ? ബാബയെ ഓർമ്മിക്കണം. നിലവിളിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യേണ്ടതില്ല. ഉള്ളിൽ കേവലം പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കണം. രണ്ടാമതായി എന്ത് ഡയറക്ഷൻ നൽകുന്നു? 84ൻ്റെ ചക്രത്തെ ഓർമ്മിക്കൂ. കാരണം നിങ്ങൾക്ക് ദേവത ആകേണ്ടതുണ്ട്. ദേവതമാരുടെ മഹിമ നിങ്ങൾ പകുതി കൽപ്പം ചെയ്തു. ഒരു കുട്ടി കരയുന്നതിൻ്റെ ശബ്ദമുണ്ടായി. ഇപ്പോൾ ഈ ഡയറക്ഷൻ എല്ലാ സെൻറ്റേഴ്സിലുള്ളവർക്കും നൽകുകയാണ്. കുട്ടികളെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. അവർക്കുള്ള ഏതെങ്കിലും ഒരുക്കങ്ങൾ ചെയ്യണം. ബാബയിൽ നിന്നും ആർക്ക് സമ്പത്തെടുക്കേണ്ടതുണ്ടോ അവർ സ്വയമേ ഒരുക്കങ്ങൾ ചെയ്യും. ഇത് ആത്മീയ പിതാവിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. ഇതിൽ ചെറിയ കുട്ടികളുടെ ആവശ്യമില്ല. ബ്രാഹ്മണി അഥവാ ടീച്ചറിൻ്റെ ജോലിയാണ്. സർവീസബിളും യോഗ്യരും എപ്പോഴാണ് ആകുന്നത് അപ്പോൾ അവരെ റിഫ്രഷ് ആക്കുന്നതിന് വേണ്ടി കൊണ്ടുവരണം. ഏതെങ്കിലും വലിയ വ്യക്തിയായാലും ശരി, ചെറിയതായാലും ശരി, ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കുട്ടികളെ ആരാണോ കൊണ്ടുവരുന്നത് അവർ ഇത് യൂണിവേഴ്സിറ്റിയാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. മുഖ്യമായ കാര്യമാണ്, ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഇതിൽ പഠിക്കുന്നവർ വളരെ നല്ല വിവേകശാലിയായിരിക്കണം. അപക്വമായവരും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. കാരണം ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കില്ലെങ്കിൽ ബുദ്ധി അവിടെയും ഇവിടെയും അലഞ്ഞുകൊണ്ടിരിക്കും. നഷ്ടമുണ്ടാക്കും. ഓർമ്മയിലിരിക്കുവാൻ സാധിക്കില്ല.
കൊച്ചു കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ കുട്ടികൾക്ക് തന്നെയാണ് നഷ്ടമുള്ളത്. ചിലരാണെങ്കിൽ ഇത് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റിയാണ് എന്നത് അറിയുന്നത് പോലുമില്ല. ഇവിടെ മനുഷ്യനിൽ നിന്നും ദേവത ആകേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കൊച്ചുകുട്ടികളോട് കൂടെ കഴിഞ്ഞോളൂ. ഇവിടെ കേവലം ഒരാഴ്ച എന്നല്ല, 3-4 ദിവസം തന്നെ ധാരാളം. നോളജും വളരെ സഹജമാണ്. ബാബയെ തിരിച്ചറിയേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബയെ തിരിച്ചറിയുന്നതിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കും. ഏതൊരു സമ്പത്ത്? പരിധിയില്ലാത്ത ചക്രവർത്തി പദം. എക്സിബിഷനിലും മ്യൂസിയത്തിലും സർവീസ് നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അനേകം എണ്ണമറ്റ പ്രജകളുണ്ടാകുന്നു. ബ്രാഹ്മണകുലം, സൂര്യവംശി, ചന്ദ്രവംശി 3 ഇവിടെ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ്. പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുന്നു. പൂർണ്ണമായും ബുദ്ധി നിറയണം. എന്നാൽ ബാബ സാധാരണ ശരീരത്തിലാണ് പഠിപ്പിക്കുന്നതും സാധാരണ രീതിയിലാണ്. അതിനാൽ മനുഷ്യർക്ക് ബോധിക്കുന്നില്ല. ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി ഇങ്ങനെയായിരിക്കുമോ? ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രരെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ധനികർക്ക് പഠിക്കാനുള്ള ശക്തിയില്ല. അവരുടെ ബുദ്ധിയിൽ കൊട്ടാരവും കെട്ടിടങ്ങളും തന്നെയായിരിക്കും. ദരിദ്രർ തന്നെയാണ് ധനികരാകുന്നത്. ധനികർ ദരിദ്രരാകും. ഇത് നിയമമാണ്. ദാനം എപ്പോഴെങ്കിലും ധനികർക്ക് നൽകപ്പെടാറുണ്ടോ? ഇതും അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനമാണ്. ധനികർക്ക് ദാനം സ്വീകരിക്കാൻ സാധിക്കില്ല. ബുദ്ധിയിൽ ഇരിക്കുകയില്ല. അവർ തൻ്റെ പരിധിയുള്ള രചനയിലും ധനസമ്പത്തുകളിലും തന്നെ കുടുങ്ങിയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഇവിടം സ്വർഗം തന്നെയാണ്. ഇങ്ങനെ പറയുന്നു, നമുക്ക് മറ്റൊരു സ്വർഗത്തിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും വലിയ വ്യക്തി മരിക്കുകയാണെങ്കിലും പറയും സ്വർഗത്തിൽ പോയി. ഇവർ സ്വർഗത്തിൽ പോയി എന്ന് സ്വയമേ പറയുന്നു. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ നരകമാണല്ലോ. എന്നാൽ ഇത്രയും കല്ലുബുദ്ധിയാണ്. നരകം എന്താണ് എന്നതും മനസ്സിലാക്കുന്നില്ല. ഇത് നിങ്ങളുടെ എത്ര വലിയ യൂണിവേഴ്സിറ്റിയാണ്. ബാബ പറയുന്നു, ആരുടെ ബുദ്ധിയാണോ പൂട്ടപ്പെട്ടിരിക്കുന്നത് അവരെ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ബാബ വരുമ്പോഴാണ് വന്ന് പൂട്ട് തുറക്കുന്നത്. ബാബ സ്വയം ഡയറക്ഷൻ നൽകുന്നു. നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് എങ്ങനെ തുറക്കും? ബാബയോട് ഒന്നും തന്നെ യാചിക്കരുത്. ഇതിൽ നിശ്ചയം ആവശ്യമാണ്. എത്ര മോസ്റ്റ് ബിലവഡായ ബാബയാണ്. ആ ഒന്നിനെ ഭക്തിയിൽ ഓർമ്മിച്ചിരുന്നു. ആരെ ഓർമ്മിക്കുന്നുവോ ആ ഒന്ന് തീർച്ചയായും ഒരിക്കൽ വരികയും ചെയ്യുമല്ലോ. ഓർമ്മിക്കുന്നത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആകുന്നതിന് വേണ്ടിയാണ്. ബാബ വന്ന് കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. കുട്ടികൾ പിന്നെ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം എങ്ങനെയാണ് ബാബ വന്നിരിക്കുന്നത്, എന്ത് പറയുന്നു. കുട്ടികളെ, നിങ്ങൾ ഏവരും പതീതരാണ്. ഞാൻ തന്നെയാണ് വന്ന് പാവനമാക്കുന്നത്. ആത്മാവായ നിങ്ങൾ പതീതമായിരിക്കുകയാണ്. ഇപ്പോൾ കേവലം പതീത പാവനായ പിതാവായ എന്നെ ഓർമ്മിക്കൂ. സുപ്രീം ആത്മാവായ എന്നെ ഓർമ്മിക്കൂ. ഇതിൽ യാതൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭക്തി മാർഗത്തിൽ പകുതി കൽപ്പം യാചിച്ചു കൊണ്ടേയിരുന്നു. ഒന്നും ലഭിച്ചില്ല. ഇപ്പോൾ യാചന അവസാനിപ്പിക്കൂ. ഞാൻ സ്വയമേ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബയുടേതാകുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുക തന്നെ ചെയ്യുന്നു. യുവ അവസ്ഥയിലുള്ള കുട്ടികൾ ആരാണോ അവർ പെട്ടെന്ന് ബാബയെ മനസ്സിലാക്കുന്നു. ബാബയുടെ സമ്പത്ത് തന്നെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദമാണ് 21 തലമുറകൾക്ക്. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. നരകവാസി ആയിരിക്കുമ്പോൾ ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യുന്നതിലൂടെ അല്പകാലത്തേക്ക് സുഖം ലഭിക്കുന്നു. മനുഷ്യർ ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കുന്നു. പൊതുവെ വ്യാപാരികൾ നീക്കിവെക്കുന്നു. അപ്പോൾ ആര് വ്യാപാരിയായിരിക്കുമോ അവർ പറയും, നമ്മൾ ബാബയുമായി വ്യാപാരം ചെയ്യാൻ വന്നിരിക്കുന്നു. കുട്ടികൾ ബാബയോട് വ്യാപാരം ചെയ്യുന്നല്ലോ. പിതാവിൻ്റെ പ്രോപ്പർട്ടി സ്വീകരിച്ച ശേഷം
പിന്നെ അതിലൂടെ ശ്രാദ്ധവും മറ്റും കഴിപ്പിക്കുന്നു, ദാനപുണ്യം ചെയ്യുന്നു. ധർമ്മശാല, ക്ഷേത്രം തുടങ്ങിയവ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പിതാവിൻ്റെ പേര് വയ്ക്കും. കാരണം ആരിൽ നിന്നാണോ പ്രോപ്പർട്ടി ലഭിച്ചത് അവർക്ക് വേണ്ടി തീർച്ചയായും ചെയ്യണമല്ലോ. അതും വ്യാപാരമായി. അതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ബാബു പറയുന്നു, കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. ഏതെങ്കിലും തലകീഴായ കാര്യം കേൾക്കാതിരിക്കൂ. തലകീഴായ ചോദ്യം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയൂ, ഈ കാര്യങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പ്രസിദ്ധമാണ്. എത്രത്തോളം ഓർമ്മിക്കുമോ, ദൈവിക ഗുണം ധാരണ ചെയ്യുമോ, അത്രയും ഉയർന്ന പദവി നേടും. ഇത് യൂണിവേഴ്സിറ്റിയാണ്. എയിം ഒബ്ജക്റ്റ് ക്ലിയർ ആണ്. പുരുഷാർത്ഥം ചെയ്ത് ഇങ്ങനെയാകണം. ദൈവിക ഗുണം ധാരണ ചെയ്യണം. ആർക്കും ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖം നൽകരുത്. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബയുടെ കുട്ടികളാണല്ലോ. അത് സർവീസിലൂടെ അറിയാൻ കഴിയും. ധാരാളം പുതിയവരും വരുന്നു. 25-30 വർഷമായവരേക്കാൾ 10-12 ദിവസമായവർ തീവ്രമായി പോകുന്നു. കുട്ടികളായി നിങ്ങൾക്ക് പിന്നെ തനിക്ക് സമാനം ആക്കേണ്ടതുണ്ട്. ബ്രാഹ്മണൻ ആകാത്തതുവരെയും ദേവത എങ്ങനെയാകും? ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മാവാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോയവർ ആരാണോ അവരുടെ മഹിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും തീർച്ചയായും അവർ വരും. ഏതെല്ലാം ഉത്സവങ്ങളും മറ്റും പാടപ്പെടുന്നുവോ എല്ലാം ഉണ്ടായിരുന്നിട്ട് കഴിഞ്ഞു പോയതാണ്. വീണ്ടും ഉണ്ടാകും. ഈ സമയത്ത് എല്ലാ ഉത്സവവും നടന്നുകൊണ്ടിരിക്കുന്നു. രക്ഷാബന്ധൻ തുടങ്ങിയവ എല്ലാ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും പാവനവും ആകേണ്ടതുണ്ട്. പതീത പാവനായ ബാബയെ വിളിക്കുന്നു. അപ്പോൾ ബാബ വഴി പറഞ്ഞു തരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ആര് സമ്പത്ത് എടുത്തിട്ടുണ്ടോ അവർ തന്നെ ആക്യുറേറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും സാക്ഷിയായി നോക്കുന്നു. ബാബ്ദാദയും സാക്ഷിയായി നോക്കുന്നു. ഇവർക്ക് എത്രത്തോളം ഉയർന്ന പദവി നേടുവാൻ സാധിക്കും? ഇവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? ടീച്ചറിന് എല്ലാം അറിയാമായിരിക്കുമല്ലോ. എത്ര പേരെ തനിക്ക് സമാനമാക്കുന്നു? എത്ര സമയം ഓർമ്മയിലിരിക്കുന്നുണ്ട്? ആദ്യം ബുദ്ധിയിൽ ഇത് ഓർമ്മ വയ്ക്കണം. ഇത് ഗോഡ് ഫാദറിലെ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി നോളജിന് വേണ്ടിയുള്ളതാണ്. അത് പരിധിയുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇത് പരിധിയില്ലാത്തതാണ്. ദുർഗതിയിൽ നിന്നും സദ്ഗതി, ഹെല്ലിൽ നിന്നും ഹെവൻ ആക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ബാബയുടെ ദൃഷ്ടി എല്ലാ ആത്മാക്കളുടെ നേർക്കും പോകുന്നു. എല്ലാവരുടെയും മംഗളം ചെയ്യേണ്ടതുണ്ട്. തിരികെ കൊണ്ടുപോകേണ്ടതുണ്ട്. കേവലം നിങ്ങളെ മാത്രമല്ല, എന്നാൽ മുഴുവൻ വേൾഡിലെ ആത്മാക്കളെയും ഓർമ്മിക്കുന്നുണ്ടാവും. അതിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെയാണ്. ഇത് മനസ്സിലാക്കുന്നുണ്ട്. നമ്പർ വൈസായി ആര് വന്നുവോ അവർ പിന്നെ ഇങ്ങനെ തന്നെ പോവുകയും ചെയ്യും. എല്ലാ ആത്മാക്കളും നമ്പർ വൈസായി വരുന്നു. നിങ്ങളും നമ്പർ വൈസായി എങ്ങനെയാണ് പോകുന്നത്? ഇതെല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ എന്തുണ്ടായോ അത് തന്നെ ഉണ്ടാകും. ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ വീണ്ടും എങ്ങനെ പുതിയ ലോകത്തിൽ വരും? നമ്പർ വാറായി ആര് പുതിയ ലോകത്തിൽ വരുന്നുവോ അവർക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. കുട്ടികളായി നിങ്ങൾ ബാബയെ അറിയുന്നതിലൂടെ തൻ്റെ ധർമ്മത്തെയും എല്ലാ ധർമ്മങ്ങളുടെ മുഴുവൻ വൃക്ഷത്തെയും അറിയുന്നു. ഇതിൽ യാതൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല. ആശീർവാദം പോലും പാടില്ല. ബാബ ദയ കാണിക്കൂ, കൃപ കാണിക്കൂ എന്നെഴുതുന്നു. ബാബ ഒന്നും ചെയ്യുകയില്ല. ബാബ വരുന്നത് തന്നെ വഴി പറഞ്ഞു തരാനാണ്. ഡ്രാമയിൽ എൻ്റെ പാർട്ട് തന്നെ സർവരെയും പാവനമാക്കുന്നതിൻ്റെതാണ്. എങ്ങനെയാണോ കൽപ്പകൽപ്പം അഭിനയിച്ചത് അതേപോലെ തന്നെ പാർട്ട് അഭിനയിക്കുന്നു. എന്ത് പാസ്റ്റായോ നല്ലതായാലും മോശമായാലും ഡ്രാമയിൽ ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിൻ്റെയും ചിന്തനം ചെയ്യേണ്ടതില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണല്ലോ. മുഴുവൻ ചക്രവും പൂർത്തിയായ ശേഷം
റിപ്പീറ്റ് ആകും. ആര് എങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അങ്ങനെ തന്നെ പദവിയും നേടുന്നു. യാചിക്കേണ്ട ആവശ്യമില്ല. ഭക്തിമാർഗത്തിൽ നിങ്ങൾ അളവറ്റ രീതിയിൽ യാചിച്ചു, എല്ലാ പൈസയും ഇല്ലാതാക്കി. ഇതെല്ലാം ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അത് കേവലം മനസ്സിലാക്കിച്ചു തരുന്നു. പകുതിക്കൽപ്പം ഭക്തി ചെയ്യുന്നു, ശാസ്ത്രം പഠിക്കുന്നു, എത്ര ചിലവുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു ചിലവും ചെയ്യേണ്ട കാര്യമില്ല. ബാബ ദാതാവാണല്ലോ. ദാതാവിന് ആവശ്യമില്ല. ആ ഒന്ന് വന്നിരിക്കുന്നത് തന്നെ നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ശിവബാബയ്ക്ക് നൽകി എന്ന് വിചാരിക്കരുത്. ശിവബാബയിൽ നിന്നും വളരെയധികം ലഭിക്കുകയാണ്. നിങ്ങൾ ഇവിടെ സ്വീകരിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. ടീച്ചറിൻ്റെ അടുക്കൽ സ്റ്റുഡൻറ്റ് നേടുവാനാണ് വരുന്നത്. ആ ലൗകിക പിതാവിൽ നിന്നും ടീച്ചറിൽ നിന്നും ഗുരുവിൽ നിന്നും നിങ്ങൾ നഷ്ടം തന്നെയാണ് നേടിയത്. ഇപ്പോൾ കുട്ടികൾ ശ്രീമതനുസരിച്ച് നടക്കണം. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നത്. ശിവബാബ ഡബിൾ ശ്രീയാണ്. നിങ്ങളാകുന്നത് സിംഗിൾ ശ്രീയാണ്. ശ്രീലക്ഷ്മി, ശ്രീനാരായണൻ എന്ന് പറയുന്നു. ശ്രീലക്ഷ്മിയും ശ്രീനാരായണനും രണ്ടായി. വിഷ്ണുവിനെ ശ്രീ എന്ന് പറയും. കാരണം രണ്ടുപേരും ജോയിൻ്റ് ആണ്. എന്നിരുന്നാലും രണ്ടുപേരെയും അങ്ങനെ ആക്കുന്നത് ആരാണ്? ഒരേ ഒരു ശ്രീ. പിന്നെ ശ്രീ ആരും തന്നെയില്ല. ഇക്കാലത്ത് ശ്രീ ലക്ഷ്മി നാരായണൻ, ശ്രീ സീതാരാമൻ എന്നും പേര് വെപ്പിക്കുന്നു. കുട്ടികൾ ഇതെല്ലാം ധാരണ ചെയ്ത് സന്തോഷത്തിൽ ഇരിക്കണം. ഇക്കാലത്ത് സ്പിരിച്വൽ കോൺഫറൻസും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്പിരിച്വൽ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ആത്മീയ നോളജ് ഒന്നിനല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്നിനെ സ്പിരിച്വൽ എന്ന് പറയുന്നു. ഫിലോസഫിയെയും സ്പിരിച്വൽ എന്ന് പറയുന്നു. ഇത് കാടാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും അന്യോന്യം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മം പാടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും അക്രമം ഉണ്ടാകുന്നില്ല. ദേഷ്യപ്പെടുന്നതും ഹിംസയാണ്. പിന്നെ സെമി ഹിംസ എന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും പറഞ്ഞാലും ഇവിടെ തീർത്തും അഹിംസകർ ആകേണ്ടതുണ്ട്. മനസ്സ വാച കർമ്മണ ഒരു മോശമായ കാര്യവും ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും പോലീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിലും യുക്തിയോടെ കാര്യങ്ങൾ നടത്തിക്കണം. എത്ര സാധിക്കുമോ സ്നേഹത്തോടെ കാര്യം നടത്തിക്കണം. ബാബയ്ക്ക് സ്വന്തം അനുഭവമുണ്ട്. സ്നേഹത്തോടെ തൻ്റെ കാര്യം നടത്തിക്കുന്നു. ഇതിൽ വളരെ യുക്തി ആവശ്യമാണ്. എങ്ങനെയാണ് ഒന്നിന് 100 മടങ്ങ് ശിക്ഷ ഉണ്ടാകുന്നത് എന്നത് വളരെ സ്നേഹത്തോടെ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബയുടെ കുട്ടികളാണ്. അതിനാൽ ആർക്കും ദുഃഖം നൽകരുത്. എയിം ഓബ്ജക്റ്റ് മുന്നിൽ വച്ച് ദൈവിക ഗുണം ധാരണ ചെയ്യണം. തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ഡ്രാമയുടെ ഓരോ പാർട്ടും അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയ ഒരു കാര്യത്തിൻ്റെയും ചിന്തനം ചെയ്യരുത്. മനസ്സ വാച കർമ്മണ മോശമായ ഒരു കർമ്മവും ഉണ്ടാകരുത്. ഇതിൽ ശ്രദ്ധ നൽകി ഡബിൾ അഹിംസകർ ആകണം. വരദാനം: ഒരു ബാബയെ കമ്പാനിയൻ ആക്കുകയും ആ കമ്പനിയിൽ ഇരിക്കുകയും ചെയ്യുന്ന സമ്പൂർണ്ണ പവിത്ര ആത്മാവായി ഭവിക്കട്ടെ. സമ്പൂർണ്ണ പവിത്ര ആത്മാവ് എന്നാൽ സങ്കല്പത്തിലും സ്വപ്നത്തിൽ പോലും ബ്രഹ്മചര്യത്തിൻ്റെ ധാരണ ഉണ്ടായിരിക്കുന്നവർ, ഓരോ ചുവടിലും ബ്രഹ്മബാബയുടെ ആചരണമനുസരിച്ച് നടക്കുന്നവർ. പവിത്രതയുടെ അർത്ഥമാണ് സദാ ബാബയെ കമ്പാനിയൻ ആക്കുക, ബാബയുടെ കമ്പനിയിൽ തന്നെ ഇരിക്കുക. സംഘടനയുടെ കമ്പനിയും പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ മര്യാദയും വേറെ കാര്യമാണ്. എന്നാൽ ബാബ കാരണം തന്നെയാണ് ഈ സംഘടനയുടെ സ്നേഹത്തിൻ്റെ കമ്പനി ഉള്ളത്.
ബാബയില്ലായിരുന്നുവെങ്കിൽ പരിവാരം എവിടെ നിന്നും വരാനാണ്? ബാബ ബീജമാണ്. ബീജത്തെ ഒരിക്കലും മറന്നു പോകരുത്. സ്ലോഗൻ: ആരുടെയെങ്കിലും പ്രഭാവത്തിൽ പ്രഭാവിതമാകുന്നവരല്ല, ജ്ഞാനത്തിൻ്റെ പ്രഭാവം ഇടുന്നവരാകൂ. ഓം ശാന്തി. തപസ്വി ആത്മാവാണ് ഞാൻ. തിളങ്ങുന്ന മണിയായ ഞാൻ ഭൃഗുടിയാകുന്ന കുടിലിൽ വിരാജിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ശാന്ത സ്വരൂപമാണ്. ആത്മജ്യോതിയിൽ നിന്നും 4 ഭാഗത്തും ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിക്കുന്നു. എനിക്ക് ചുറ്റും ശാന്തിയുടെ ഒരു വലയം സൃഷ്ടിക്കപ്പെടുന്നു. ഞാൻ പവിത്ര സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും പവിത്രതയുടെ ഗോൾഡൻ ലൈറ്റ് 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ഒരു പോയിന്റ് ഓഫ് എനർജി ആകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സർവശക്തികളുടെയും ചുവന്ന പ്രകാശകിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ സൂക്ഷ്മ സ്വരൂപ അവസ്ഥയിൽ ഞാൻ പരമധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു.
നാല് ഭാഗത്തും പ്രകാശ കിരണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ശാന്തിധാമമാകുന്ന എൻ്റെ വീട്ടിൽ ഞാൻ എത്തിച്ചേരുന്നു. നാല് ഭാഗത്തും സർവത്ര ശാന്തി നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഗഹനമായ അനുഭൂതി എനിക്കുണ്ടാകുന്നു. ബുദ്ധിയാകുന്ന നേത്രം ശാന്തി സാഗരമായ ശിവബാബയിൽ ഏകാഗ്രമാക്കുമ്പോൾ ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ പതിയുന്നു. ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. ഞാൻ സൂര്യനായ ശിവബാബയിൽ ബുദ്ധിയോഗം യോജിപ്പിച്ച് ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന് തപസ്യയുടെ ഗഹനമായ സ്ഥിതിയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. പരമാത്മാ മിലനത്തിൻ്റെ ഈ ശ്രേഷ്ഠ അനുഭൂതിയിൽ ലയിച്ചിരിക്കുമ്പോൾ സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും മാസ്റ്റർ സ്വരൂപമാകുന്നു. മധുരമായ ബാബ, അങ്ങയുമായുള്ള ഈ മധുര മിലനം ജന്മജന്മാന്തരങ്ങളിലെ ഭാഗ്യം ഉണർത്തുന്നു. സർവപ്രാപ്തി സമ്പന്നമാക്കുന്നു. ഈശ്വരീയ ഖജനാവുകളാൽ സമ്പന്നമായ ഈ സ്ഥിതി
നിലനിർത്തി ഞാൻ ആത്മാവ് പരംധാമത്തിൽ നിന്നും തിരികെ സാകാര ദേശത്തിൽ സ്ഥൂല ദേഹത്തിൽ പ്രവേശിക്കുന്നു.